നമസ്കാരം. പൊതുവായ വിശ്വാസം. ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേൾക്കുമ്പോൾ വളരെ സാധാരണമായ ഒന്നായിട്ട് തോന്നാം. പക്ഷേ ബൈബിളിലെ തീത്തോസിന്റെ പുസ്തകം വെച്ച് നോക്കുമ്പോൾ ഇതിന് ഭയങ്കര ആഴത്തിലുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ ഒരു പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി എന്താണ് ഈ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ദാ ഇതാണ് നമ്മുടെ ചർച്ചയുടെ എല്ലാം കേന്ദ്രം. തീത്തോസ് 1-ാം അധ്യായം 4-ാം വാക്യം. ഇതിൽ പറയുന്ന ആ പൊതുവായ വിശ്വാസം എന്നൊരു പ്രയോഗമില്ലേ, അതാണ് നമ്മളിന്ന് ശരിക്കും അഴിച്ചു പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. പേര് പൊതുവായ വിശ്വാസം എന്നൊക്കെയാണെങ്കിലും ഈ പ്രഭാഷണത്തിൽ പറയുന്നത് ഇത് അത്ര സാധാരണമായ ഒന്നല്ലെന്നാണ്. അങ്ങനെയെങ്കിൽ പിന്നെന്താണിത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഇതിനൊരു പ്രത്യേകതരം വിശ്വാസമെന്ന് പറയുന്നത്? സാധാരണ നമ്മൾ ചിന്തിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ഇതിനെന്താണിത്ര വ്യത്യാസം? ആ പ്രഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ 2 തരം വിശ്വാസങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെയൊക്കെ സാധാരണ വിശ്വാസം, അതായത് ദൈവത്തിൽ വിശ്വസിക്കുക. ഇത് ലോകത്ത് കോമൺ ആണ്, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണെന്നും പറയാം. എന്നാൽ മറുവശത്ത് ഈ പറയുന്ന പൊതുവായ വിശ്വാസം അങ്ങനെയല്ല. അത് വളരെ സ്പെസിഫിക് ആണ്. പത്രോസ്, പൗലോസ്, ദാവീദ് ഇങ്ങനെയുള്ള എല്ലാ വിശുദ്ധന്മാർക്കും നൽകപ്പെട്ട ഒന്നാണത്. അതായത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നമുക്ക് കിട്ടുന്ന ഒരു ദാനമാണ്. അതാണ് പ്രധാന വ്യത്യാസം. ഓക്കെ, അപ്പോ ഇത് സാധാരണ വിശ്വാസമല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ പ്രത്യേക വിശ്വാസത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ആദ്യത്തെ ഗുണം, ഇത് അമൂല്യമാണ്. വെറുതെയല്ല, ശരിക്കും വിലമതിക്കാനാവാത്ത ഒന്ന്. എത്രത്തോളം അമൂല്യമാണെന്നറിയോ? അതിനാണ് ഈ വാക്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീയിലിട്ട് ശുദ്ധീകരിച്ചെടുക്കുന്ന സ്വർണമില്ലേ, അതിനേക്കാൾ വിലയേറിയതാണ് ഈ വിശ്വാസം എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയ്ക്കും മൂല്യമുള്ള ഒന്ന്. രണ്ടാമത്തെ ഗുണം, ഇത് പരിശുദ്ധമാണ്. വെറുമൊരു മാനുഷികമായ കാര്യമല്ല, മറിച്ച് ദൈവികമായ ആത്മീയമായ ഒരു വിശുദ്ധിയുണ്ടതിന്. ഇനി മൂന്നാമത്തേത്, ഇത് ഏകമാണ്. അതായത് പലതരം വിശ്വാസങ്ങളില്ല, ഒരേയൊരു വിശ്വാസം. എഫെസ്യർ 4:5 പറയുന്ന ആ ഏകവിശ്വാസം എന്ന ആശയത്തിനാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോ എന്താണ് ഈ ഏകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംഭവം ഇതാണ്. ചരിത്രത്തിൽ ഇന്നുവരെയുള്ള എല്ലാ വിശുദ്ധരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഒരൊറ്റ വിശ്വാസമാണ്. ആ പ്രഭാഷണത്തിൽ പറയുന്ന ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പൗലോസിനോടോ പത്രോസിനോടോ വിശ്വാസത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ രണ്ടുപേരും ഒരേ ഉത്തരം തരും. അതാണ് ഈ ഏകവിശ്വാസം. ശരി, അപ്പോ ഇത് അമൂല്യമാണ്, പരിശുദ്ധമാണ്, ഏകമാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയും സവിശേഷമായ ഈ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഉത്തരം വളരെ വ്യക്തമാണ്. ഈ പ്രഭാഷണത്തിൽ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വിശ്വാസം നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഒന്നല്ല, നേരെ മറിച്ച് അത് നമുക്ക് കിട്ടുന്ന ഒന്നാണ്, ഒരു ദാനം. അപ്പോ എങ്ങനെയാണത് കിട്ടുന്നത്? അതിനൊരു വഴിയുണ്ട്. ആ പ്രഭാഷണത്തിൽ പറയുന്നതനുസരിച്ച് ഇതാണ് ആ സ്റ്റെപ്പുകൾ. ഒന്നാമതായി ദൈവം തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ആ വ്യക്തിക്ക് ദൈവിക കൃപ ലഭിക്കുന്നു. പിന്നെയാണ് ക്രിസ്തുവിന്റെ സന്ദേശം കേൾക്കുന്നത്. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് യഥാർത്ഥ വിശ്വാസം ആക്ടിവേറ്റ് ആവുന്നത്. അപ്പൊ കണ്ടില്ലേ, ഇത് തുടങ്ങുന്നത് നമ്മുടെ തീരുമാനത്തിലല്ല, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിലാണ്. ഓക്കെ, അപ്പോ ഈ വിശ്വാസം എന്താണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നമ്മൾ കണ്ടു. ഇനി അടുത്ത ചോദ്യം, ഇതിന്റെ ശക്തി എന്താണ്? വെറുമൊരു ആശയം മാത്രമല്ലല്ലോ ഇത്. പ്രായോഗികമായി ഇതിനെങ്ങനെയാണ് ഒരു പവർ വരുന്നത്? നമുക്ക് നോക്കാം. പ്രവൃത്തിയിലുള്ള വിശ്വാസത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ. ദാവീദ് ആദ്യം വിശ്വസിച്ചു, എന്നിട്ട് ഉറപ്പോടെ സംസാരിച്ചു. അബ്രഹാം ആദ്യം വിശ്വസിച്ചു, എന്നിട്ട് പ്രവർത്തിച്ചു, സ്വന്തം നാട് വിട്ടുപോയി. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഇതേ വിശ്വാസം ഉപയോഗിച്ചാണ്. ശിഷ്യന്മാർക്കും ഇതേ വിശ്വാസത്തിലേക്കുള്ളൊരു ആക്സസ് കിട്ടി. അപ്പോ ഇതൊരു വെറും ചിന്തയല്ല, പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഒരു യഥാർത്ഥ ശക്തിയാണ്. ഈ വിശ്വാസത്തെ അല്ലെങ്കിൽ ഈ ആശ്രയത്വത്തെ മനസ്സിലാക്കാൻ ആ പ്രഭാഷണത്തിൽ ഒരു കിടിലൻ ഉപമയുണ്ട്. ഈ വിശ്വാസം ഒരു എമർജൻസി നമ്പർ പോലെയാണെന്നാണ് പറയുന്നത്. അതെ, 101. ഇപ്പോ ഒരു തീപിടുത്തമുണ്ടായാൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കില്ല, നേരെ 101 ഡയൽ ചെയ്യും, അല്ലേ? അതൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്. അതുപോലെ ഇസ്രായേൽ ജനതയെ 40 വർഷം മരുഭൂമിയിലൂടെ നടത്തി അതേ സഹജവാസനയോടെ തന്നിൽ ആശ്രയിക്കാൻ ദൈവം പഠിപ്പിച്ചു എന്നാണ് ആ പ്രഭാഷകൻ വാദിക്കുന്നത്.
ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ ദൈവത്തെ ആശ്രയിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈ പൊതുവായ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്നതല്ല, അതൊരു ദാനമാണ്. അത് അമൂല്യമാണ്, പരിശുദ്ധമാണ്, പിന്നെ അത് ഒന്നേ ഉള്ളൂ. ഇത് ബൈബിളിലെ പല വ്യക്തികളെയും ഒന്നിപ്പിച്ച അതേ ശക്തിയാണ്. അവസാനം ഈ വിശ്വാസം നമ്മളെ എത്തിക്കുന്നത് ദൈവത്തിലുള്ള ഒരു പൂർണ്ണമായ സഹജമായ ആശ്രയത്വത്തിലേക്കാണ്. അവസാനമായി ഒരു ചോദ്യം. വിശ്വാസമെന്നത് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, മറിച്ച് ദൈവം തരുന്ന ഒരു ദാനമാണെങ്കിൽ അത് വിശ്വസിക്കുക എന്ന വാക്കിന്റെ അർത്ഥത്തെ തന്നെ മാറ്റുന്നില്ലേ? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ പ്രഭാഷണത്തിലെ ആശയങ്ങൾ നമ്മുടെ ചിന്തകളെ ഒന്ന് ഉണർത്താൻ സഹായിക്കും. ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായും ചിന്തിച്ചു നോക്കുക.